സങ്കീർത്തനം 122 അധ്യായം 6-7 വാക്യങ്ങളൊന്ന് വായിക്കാം. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. 6-7 ജെറുസലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ജെറുസലേമിൻ്റെ എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് പറയാം. നമ്മുടെ വീടിൻ്റെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? സമാധാനം അതല്ലേ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലേലും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകും. സമാധാനമില്ലേലോ അതുപോലൊരു വിഷമവും വേദനയും നിരാശയും വേറെ ഒന്നുമില്ല. സമാധാനം, ജെറുസലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച സമാധാനം ഉണ്ടാവുമോ? ഉണ്ടാകും. ദൈവവചനത്തിലൂടെ സമാധാനം ഉണ്ടാവുമോ? ആ വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? സമാധാനം ഉണ്ടാകും. കാരണം നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ രാജാവാണ്, സമാധാന പ്രഭുവാണ്. ആ ദൈവവചനത്തിനകത്ത് ആ സമാധാനമുള്ള എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സമാധാനം ഉണ്ടാകണമേ. എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ.